نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه ഏവർക്കും സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇന്ന് എന്താ പറയുക, 2-3 വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചിരുന്നു. വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള വാർത്തകളൊന്നും ഇല്ലായിരുന്നു. ഇനി അങ്ങോട്ട് എക്സ്ക്ലൂസീവ് വാർത്തകളൊന്നും വരില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അങ്ങോട്ട് പഠനത്തിൻ്റെയും മോട്ടിവേഷൻ്റെയും സമയമാണ്. നിങ്ങളിപ്പോൾ കാത്തിരിക്കുന്നതും വീഡിയോ ക്ലാസ്സുകൾക്കും മോട്ടിവേഷൻ ക്ലാസ്സുകൾക്കും ഒക്കെ കൂടിയാണല്ലോ. അപ്പോൾ ഞാനിന്ന് അരീക്കോട് കീശ്ശേരിയിലുള്ള ഇക്വേഷൻ സെൻറ്ററിൽ ക്ലാസ് എടുക്കാൻ പോയി. കഴിഞ്ഞ 2 ആഴ്ച മുമ്പായിരുന്നു അവിടെ പോയത്. അപ്പോൾ സുഹൃത്തും കൂടിയായിട്ടുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ കൂടിയായിട്ടുള്ള റബീഹ് സാർ എന്ന് പറയുന്ന ഒരു സാമൂഹിക ശാസ്ത്രത്തിൻ്റെ അധ്യാപകൻ വിളിക്കുകയും അങ്ങനെ ഞാൻ ഇന്ന് അരീക്കോട് കീശ്ശേരിയിൽ പോയി ഇക്വേഷൻ ട്യൂഷൻ സെൻറ്ററിൽ ക്ലാസ് എടുത്തു. അടിപൊളി, ഞങ്ങൾ പാട്ടൊക്കെ പാടി പൊളിച്ചെറിഞ്ഞിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഒരു സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ നാട്ടിൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് അധികം ആൾക്കാർക്കും അറിയില്ല. പിന്നെ ആകെ കൂടുതൽ ആൾക്കാർക്കും സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അറിയുന്നത് എൻ്റെ നാട്ടിൽ ചക്കാലക്കൽ എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലും MJ ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ്. പക്ഷേ ഞാനിവിടെ മുക്കം അങ്ങോട്ട് കഴിഞ്ഞ് നെല്ലിക്കാപ്പറമ്പ് കഴിഞ്ഞ് അരീക്കോട് മലപ്പുറം ബോർഡറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് എന്താ പറയുക, നമ്മൾ സൊല്യൂഷൻസിനെ ഒരു വലിയൊരു സംഭവമായിട്ട് കാണുന്ന ഒരു വറ്റം 10ാം ക്ലാസ്സിലെയും +2ലെയും മക്കളെ കാണാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിന് വലിയൊരു കാര്യമാണ്. ഞാനിന്ന് ഇങ്ങനെ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് ഉച്ചവരെ ക്ലാസ് എടുത്തു. അതിനുശേഷം ഫുഡ് കഴിക്കാൻ ഞാനും റബീഹ് സാറുകൂടി ഒരു ഹോട്ടലെടുത്ത് പോയ സമയത്ത് കുറേ കുട്ടികളിങ്ങനെ വന്നിനായിട്ട് 2, 3, 4, 5 ആൾക്കാർ വന്ന് സെൽഫി എടുത്തു. പിന്നെ ഒരു കൂട്ടമായിട്ട് ഇവർ ട്യൂഷനിൽ പോയി വന്ന് സെൽഫി എടുത്തു. അപ്പോൾ എനിക്ക് സംഭവം എന്താണെന്നറിയില്ല. സംഭവം നമ്മൾക്ക് എന്താ പറയുക, ഞാൻ ആദ്യം വിചാരിച്ചെന്തോ തല്ലാണ്ട് വരികയെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതല്ല, കുട്ടികൾക്ക് അത്രയും നമ്മളൊരു വലിയൊരു സംഭവമാണെന്നൊരു തോന്നൽ. നമ്മൾ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള ട്യൂഷൻ സെൻ്ററിൽ ക്ലാസ് എടുത്താണ്. ഇനി വരുന്ന ഞായറാഴ്ച ഇതേ ഇക്വേഷൻ എന്ന് പറയുന്ന ട്യൂഷൻ സെൻ്ററിൽ ഒരു അടിപൊളി ക്ലാസ് ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ക്യാമ്പൊക്കെ ആയിട്ട് സാർ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. ഇൻഷാ അല്ലാഹ് റെഡി ആവട്ടെ. അത് ഞാൻ പറയാൻ കാരണം എൻ്റെ സൗണ്ടൊക്കെ വളരെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം. സൊല്യൂഷൻസിനെ കാത്തിരിക്കുന്ന കുട്ടികളോട് എനിക്കിതേ പറയാനുള്ളൂ. നമുക്കിനി വീഡിയോ ക്ലാസ്സുകളും മോട്ടിവേഷൻ ക്ലാസ്സുകളും ഒക്കെ ഉണ്ടാകും. അതിനിടയിൽ എന്തെങ്കിലും എക്സ്ക്ലൂസീവ് അപ്ഡേഷൻസ് വരികയാണെങ്കിൽ അതും ചെയ്തിരിക്കും. ഇപ്പോൾ തന്നെ 2 മിനിറ്റ് കാര്യം പറയാം. നിങ്ങൾ സമയം എന്ന് പറയുന്ന ഒരു വസ്തുത, പരീക്ഷയ്ക്ക് നിങ്ങൾ മോഡൽ എക്സാം ആയാലും ശരി, നിങ്ങളുടെ മെയിൻ എക്സാം ആയാലും ശരി, നിങ്ങൾക്ക് 20 മിനിറ്റ് കൂൾ ഓഫ് ടൈമും 1.5 മണിക്കൂർ എക്സാം 40ഉം 2.5 മണിക്കൂർ എക്സാം 80 മാർക്കിനും ഉണ്ടാവുക. നിങ്ങൾക്ക് എഴുതാൻ എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും എഴുതാം. 40 മാർക്കിൻ്റെ ചോദ്യത്തിൽ 80 മാർക്ക് ഉണ്ടാകും, 80 മാർക്കിൻ്റെ ചോദ്യത്തിൽ 160 മാർക്ക് ഉണ്ടാകും എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സമയം ഇത് അപൂർവ സായാഹ്ന. സമയം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സമയം നിങ്ങൾ കൃത്യമായി ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഈ വരുന്ന മോഡൽ എക്സാമിനെ നിങ്ങൾ SSLC എക്സാമായി കണ്ടുകൊണ്ട് വാച്ച് ശരിക്കും നല്ല ഡിജിറ്റൽ അല്ലാതെ കറക്റ്റ് 1.02 1.03 അല്ലെ 12 13 എന്ന് കാണിക്കുന്ന ആ ഒരു വാച്ച് തന്നെ കയ്യിൽ കെട്ടിയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. പണ്ടത്തെ ഒരു LED ഉള്ളൊരു വാച്ച് ഉണ്ടല്ലോ, കുറേ ലൈറ്റ് കത്തുന്ന വാച്ച് കണ്ടാൽ നമ്മൾ എടുത്തു പോരും. ഒരു സ്വിച്ച് നോക്കിയാൽ കുറേ ലൈറ്റ് കത്തും. പിന്നെ ഒന്ന് നെക്കി പിടിച്ചാൽ പച്ച, മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച് അങ്ങനെ വരുന്ന ആ ഒരു തരത്തിലുള്ള വാച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. കാര്യം സമയം വളരെ പ്രധാനപ്പെട്ടൊരു സമയമാണ്. നിങ്ങൾ സമയത്തെ സമയം പോലെ കണ്ടില്ലെങ്കിൽ അത് പ്രശ്നമാവും. സർക്കുലർ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സർക്കുലർ, നിങ്ങൾ SCRTയുടെ സർക്കുലർ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. മോഡൽ എക്സാമിൻ്റെ പേപ്പറിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? പത്രത്തിലൊക്കെ അടിച്ചു വന്നിട്ടുണ്ട്, സമയം നിങ്ങൾ ശ്രദ്ധിക്കണം കുട്ടികളെ എന്ന് കൃത്യമായിട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളിൽ തന്നെ പറയുന്നുണ്ട്. പരീക്ഷണമല്ല, കുട്ടികളെ മനസ്സിലാക്കലാണ്. പക്ഷേ എത്രത്തോളം കുട്ടികൾ എത്ര ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു എന്നതിലല്ല, എത്ര ആൾക്കാർ സമയം കൃത്യമായി സേവ് ചെയ്തുകൊണ്ട് പരീക്ഷ എഴുതുന്നു. തൻ്റെ മാർക്ക് അവിടെ സേഫ് ആണോ എന്ന് ആലോചിക്കണം. കാര്യം നിങ്ങൾ പലതും പല കോണിൽ പല രീതിയിൽ എഴുതി വെച്ചിട്ട് 1.5 മണിക്കൂർ തികയാത്തൊരവസ്ഥ വരരുത്. മനസ്സിലായോ? ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? 10ാം ക്ലാസ് കുട്ടികളെ, എൻ്റെ +2 കുട്ടികളെ, എൻ്റെ +1 പഠിക്കുന്ന കുട്ടികളെ, എന്നോട് നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, സമയം. നിങ്ങൾ ഇനി ഏത് എക്സാം എഴുതുകയാണെങ്കിലും കറക്റ്റ് സമയത്ത് എക്സാം എഴുതി തുടങ്ങുക. കറക്റ്റ് സമയത്ത് എക്സാം അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. സമയം കറക്റ്റ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര മാർക്കിനുള്ള ചോദ്യത്തിന് ഇത്ര മിനിറ്റ്, ഇത്ര മാർക്കിനുള്ള ചോദ്യത്തിന് ഇത്ര മിനിറ്റ്, നിങ്ങൾ അങ്ങനെ എഴുതി പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം മലയാളം ഇംഗ്ലീഷും പോലെയുള്ള സബ്ജക്റ്റുകൾ എഴുതിയാലും തീരില്ല.
മാത്സൊക്കെ എത്ര പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും നമുക്ക് തെറ്റാണ്, ഈ തരത്തിൽ ചെയ്തു നോക്കാം, തെറ്റാണ് ആ തരത്തിൽ ചെയ്തു നോക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ അഡീഷണൽ ഷീറ്റുകളുടെ എണ്ണം കൂടുക എന്നല്ലാതെ മാർക്ക് ചില ആൾക്കാരൊക്കെ ഉണ്ട് 36 പേജൊക്കെ എഴുതും, മാർക്ക് 15 മാർക്കേ ഉണ്ടാവുള്ളൂ 80-ൽ. അതെന്തുകൊണ്ടാണ്? കൃത്യമായി സമയത്തെ സേവ് ചെയ്യാതെ ഒരു ചോദ്യം തന്നെ കുത്തിരിക്കുന്ന പരിപാടി. എന്നിട്ട് പരിപാടി നടക്കില്ല. അത് നടക്കും നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. നിങ്ങളൊക്കെ പരീക്ഷിക്കപ്പെടും. ഇത്തരം പല പ്രശ്നങ്ങൾ കൊണ്ടും പരീക്ഷിക്കപ്പെടും. അപ്പോൾ സമയം എന്ന് പറയുന്ന ഒരു വസ്തുത നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചിട്ടില്ല. സമയവും സ്കോറും, ഇത്ര മാർക്കിന് ഇത്ര സമയം, ഇത്ര മാർക്കിന് ഇത്ര സമയം എന്ന് നിങ്ങൾ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് എഴുതി പഠിച്ച് അതിനനുസരിച്ച് എഴുതണം. എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു കാര്യം മാത്രമാണ് MS സൊല്യൂഷൻസിന് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. നിങ്ങൾ പേടിക്കേണ്ട. ഇനി വരുന്ന മോഡൽ എക്സാമിന് അതുപോലെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മെയിൻ എക്സാമിന് നിങ്ങൾക്ക് കൃത്യമായി സമയമൊക്കെ കളക്ട് സേവ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻസും ഇത്ര സമയം കൊണ്ട് എഴുതി തീർത്ത് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുവാനുള്ള ഒരു പ്രവണത നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ എപ്പോൾ സാധിക്കും? നിങ്ങൾ ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ എനിക്കൊരു ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഒരാൾ ഒരു പാറക്കൽ ഇങ്ങനെ മഴ കൊണ്ട് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എത്രയായിട്ടും പൊട്ടുന്നില്ല. അയാളുടെ 50ാമത്തെ അടിയിൽ അത് പൊട്ടി. ഏത് പാറക്കല്ല് പൊട്ടി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ 50ാമത്തെ അടി കൊണ്ടുള്ള ശക്തി കൊണ്ടാണ് ആ പാറ പൊട്ടിയത് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഓരോ അടിയിലും ഇതിങ്ങനെ പൊട്ടുന്നുണ്ട്, അത് അവരറിയുന്നില്ല. എന്നിട്ടും വീണ്ടും അത് ഇപ്പം പൊട്ടും എന്ന് വിചാരിച്ച് 50ാമത്തെ അടിയിലാണ് പൊട്ടിയത്. ആ 50ാമത്തെ അടിയിൽ മാത്രമേ ഇത് പൊട്ടുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. 50ാമത്തെ അടി അത്രയും ശക്തി ആർജിച്ചത് കൊണ്ടാണ് പൊട്ടിയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആദ്യമേ ഇങ്ങനെ ഓരോ അടി കൊണ്ട് അത് തയങ്ങിയതിന് ശേഷം അത് പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഒരു വട്ടം നിങ്ങളിപ്പോൾ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് ടൈം മാനിപ്പുലേറ്റ് ചെയ്യുന്ന തിയറി മനസ്സിലാക്കി വെച്ചിട്ട് അതുപോലെ എഴുതാൻ ശ്രമിച്ചാൽ നടക്കില്ല. നിങ്ങൾ മോഡൽ എക്സാമും ഇനി നടക്കാൻ പോകുന്ന യൂണിറ്റ് ടെസ്റ്റ് എക്സാമുകളും ഈവനിങ് എക്സാമുകളും മോർണിംഗ് എക്സാമും ഒക്കെ ഇങ്ങനെ സമയം കൃത്യമായി നിങ്ങൾ എഴുതി വശീകരിച്ചുകൊണ്ട് ആ സമയമൊക്കെ ഇങ്ങനെ സ്വാംശീകരിച്ചുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് വിജയിക്കുമെന്നുള്ള സംശയം വേണ്ട, നിങ്ങൾ വിജയിച്ചിരിക്കും. ഓക്കെ, തീർച്ചയായും നമ്മുടെ അരീക്കോട് നിന്ന് കുറച്ച് വീഡിയോകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് റെഡിയാക്കി ഒന്ന് എഡിറ്റൊക്കെ ചെയ്തിട്ട് നാളെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. തീർച്ചയായും നാളെ നമ്മുടെ ഇക്വേഷനിലെ ക്ലാസ്സിൻ്റെ ഒരു വീഡിയോ കാണാൻ മറക്കല്ലേ. തീർച്ചയായും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.